ലഹറിൽ വെച്ച് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1-1:30 വരെ നടക്കുകയാണ്. വാട്സപ്പിലും മറ്റും ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. 27-ാം തീയതി ഞായറാഴ്ച രാവിലെ. അതിനിടയ്ക്ക് ഇതിൽ ഗവൺമെൻറ്റിൽ ഹജ്ജിന് പോകുന്നവരുണ്ട്, പ്രൈവറ്റിൽ ഹജ്ജിന് പോകുന്നവരുണ്ട്. ഹാജിമാർ ഹജ്ജിന് പോകുന്നവർ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ഹജ്ജിന് ഇപ്രാവശ്യം പോകുന്നവർ, അതായത് ഗവൺമെൻറ്റിൽ ഹജ്ജിന് പോകുന്നവർ, അതെ സ്ത്രീകളാണ് കൂടുതൽ കാണുന്നത് ഹജ്ജിന് പോകുന്നത്. ഇവിടെ വെച്ച് ക്ലാസ് നടക്കുന്ന ഈ 3-ാമത്തെ വർഷമാണ്. 2023 ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി ഹാജി അവറുകൾ ഹജ്ജിന് പോകുന്ന ആ വർഷത്തിൽ ഉപ്പളയിൽ വെച്ച് വ്യാപാരി ഭവനിൽ ഇതുപോലെ ക്ലാസ് നടക്കുകയുണ്ടായി. ആ ക്ലാസ്സിൽ വെച്ച് അദ്ദേഹം ആ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ട് അദ്ദേഹം പറഞ്ഞ് നമുക്ക് ദൈഗോളി സംസ്ഥാന സ്ഥാപനത്തിൽ നമുക്കൊരു ക്ലാസ് സംഘടിപ്പിക്കണമെന്ന് അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. നിങ്ങളും വരണം, അതിനുവേണ്ടി സഹായ സഹകരണം ചെയ്യണമെന്ന് പറഞ്ഞു. ആ വർഷമാണ് ആദ്യമായി ഇവിടെ ക്ലാസ് ആരംഭിക്കുന്നത്. അതിനു മുമ്പില്ലായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖ് സഖാഫി അദ്ദേഹമാണ് ക്ലാസ് എടുത്തത്. അതിനുശേഷം കഴിഞ്ഞ വർഷം 2-ാമത്തെ ക്ലാസ് ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ കൂറ്റമ്പാറ ഉസ്താദ് അവറുകൾ വളരെ രസകരമായി ഇവിടെ ക്ലാസ് എടുക്കുകയുണ്ടായി. ഇത് 3-ാമത്തെ ഹജ്ജ് പഠന ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ ഹജ്ജിന് പോകുന്നവരുണ്ടാവാം, പോകാത്തവരുണ്ടാവാം, അടുത്ത വർഷം ഹജ്ജിന് പോകുന്നവരുണ്ടാവാം. ഈ ഹാജിമാർ മാത്രമല്ല, അടുത്ത വർഷം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർ കുറേ ആൾക്കാരുണ്ടാവും. അവരോട് ആദ്യമായി പറയാനുള്ളത്, നിങ്ങൾ അടുത്ത വർഷം 2025 ജൂൺ ജൂലൈയിൽ അപേക്ഷ കൊടുക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെ പാസ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കണം. അതിൽ വാലിഡിറ്റി കാലാവധി ഉണ്ടോ എന്ന് പരിശോധിക്കണം. അപേക്ഷ കൊടുക്കുമ്പോൾ അപ്പോൾ നോക്കുന്നതല്ല, ഇപ്പോൾ തന്നെ നോക്കി അതിൽ 2026 ഹജ്ജിനാണ് പോകുന്നതെങ്കിൽ 2027 ജനുവരി 31 വരെ കാലാവധി വേണം. 31/1/2027 വരെ ആ പാസ്പോർട്ടിൽ കാലാവധി വേണം. അങ്ങനെയുള്ളവർ അടുത്ത കൊല്ലം അപേക്ഷ കൊടുക്കുമ്പോൾ പാസ്പോർട്ട്, അതുപോലെ ഒരു ഫോട്ടോ, ആധാർ കാർഡ് ഇതെല്ലാം കൊണ്ടുപോയി അവിടെ കൊടുത്താൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞു, 27-ാം തീയതി അവിടെ ക്ലാസ് ഉണ്ട്. ശ്രദ്ധിക്കണം, ഗവൺമെൻറ്റിൽ ഹജ്ജിന് പോകുന്നവർ ശ്രദ്ധിക്കണം. ഉസ്താദ് അവറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് വിശദമായി മസലപരമായിട്ടുള്ള ക്ലാസ് വിശദമായി എടുക്കും. കർമ്മപരമായിട്ടുള്ള മസലകൾ ബഹുമാനപ്പെട്ട ഉസ്താദുകൾ വിശദമായി പറഞ്ഞു തരും. കുറേ ക്ലാസ്സിൽ നിങ്ങൾ റംസാനിന് മുമ്പും റംസാനിന് ശേഷവും സംബന്ധിച്ചതാണ്. ഇത് ഒരുപക്ഷെ ഫൈനൽ അവസാന ക്ലാസ് ആയിരിക്കും. ശരിക്കും മനസ്സിലാക്കി മസലപരമായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. സാങ്കേതികപരമായുള്ള ക്ലാസ് 2 ക്ലാസ് നിങ്ങൾ കിട്ടിയതാണ്. ഇനി ഞാൻ പറഞ്ഞു 27-ാം ഞായറാഴ്ച അവിടെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 29-ാം തീയതിയാണ് കുത്തിവെപ്പ്. ആ പെണ്ണുങ്ങൾ ഹജ്ജിന് പോകുന്ന, ഗവൺമെൻറ്റിൽ ഹജ്ജിന് പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. 29-ാം തീയതി ചൊവ്വാഴ്ച നയബസാർ മംഗൽപാടി PHCയിൽ വെച്ച് നിങ്ങൾക്ക് കുത്തിവെപ്പ് നടത്തുന്നതാണ്. അതിനുള്ള ഹാറ്റ് കാർഡും മറ്റു കാര്യങ്ങളൊക്കെ മറ്റന്നാൾ. ഇതാണ് ഹാറ്റ് കാർഡ് എന്ന് പറയുന്നത്. പാസ്പോർട്ട് പോലെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഈ ഹാറ്റ് കാർഡ്. ഇത് നിങ്ങൾക്ക് അവിടെ തരും. പിന്നെ നിങ്ങളെ ലഗേജിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ, കവർ നമ്പർ സ്റ്റിക്കർ തരും. പെണ്ണുങ്ങൾക്ക് പർദ്ദയുടെ ബാക്കിലേക്ക് ഇങ്ങനെ തുന്നിപ്പിടിപ്പിക്കുന്ന സ്റ്റിക്കർ തരും. അതുപോലെ ഹാറ്റ് കാർഡ് എല്ലാം നിങ്ങൾക്ക് 27-ാം തീയതി അവിടെ തരുന്നതാണ്. 29-ാം തീയതി രാവിലെ 9 മണി മുതൽ നയബാസാർ PHCയിൽ വെച്ച് നിങ്ങൾക്ക് കുത്തിവെപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. സാധാരണ ഒരു ഇഞ്ചക്ഷൻ, മെനഞ്ചസ് എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. പിന്നെ ഒരു പോളിയോ ഡ്രോപ്പ് ഉണ്ട്. ഒരു ഇഞ്ചക്ഷനുണ്ട്,
ഒരു പോളിയോ എല്ലാവർക്കും ഉണ്ട്. അതുകൂടാതെ 65 വയസ്സ് കഴിഞ്ഞ 65 കഴിഞ്ഞ എല്ലാവർക്കും ഒരു ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഈ പകർച്ചവ്യാധികളും മറ്റും വരുന്ന ഒരു ഇഞ്ചക്ഷൻ അധികമുണ്ട്. അതും കൂടി നിങ്ങളവിടെ പറഞ്ഞ് അതെടുക്കണം. ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡോക്ടറെ പോയി കണ്ട് അതിനുള്ള ഏർപ്പാടും ചെയ്യാണ്ട് 240 250ഓളം മാജിമാരുണ്ട്. അവർ രാവിലെ നിങ്ങളവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു ഫോട്ടോയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും പിന്നെ ഈ കവർ നമ്പറും മറ്റൊക്കെ കൊണ്ടുവരണം. കവർ നമ്പർ എല്ലാവർക്കും കാണാൻ പാടില്ലേ? അനീഫിൻ്റെ കവർ നമ്പർ എത്ര? KLF. അത് ഫുള്ളായിട്ട് പറയണം. ഇനി നിങ്ങൾ അറിയപ്പെടുന്നത് മുഹമ്മദ് അനീഫ്, യൂസഫ് മറ്റൊന്നല്ല. ഇനി നിങ്ങൾ അവിടെ ഹജ്ജ് ഹൗസിലും മറ്റൊക്കെ അറിയപ്പെടുന്നത് നിങ്ങളുടെ കവർ നമ്പറാണ്. KLF 1585-2-0 എന്ന് പറയുന്നത് അവിടെ 2 ആളാണെങ്കിൽ, അവിടെ 3 ആളാണെങ്കിൽ 3 ഉണ്ടാവും. ആ കവർ നമ്പറെങ്കിലും നിങ്ങളൊന്ന് കാണാതെ പഠിക്കണം. വേറെ മസലപരമായിട്ടുള്ള കാണാതെ പഠിക്കുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കഴിയുന്നെങ്കിൽ പഠിക്കുക. അല്ലെങ്കിൽ ഇത് തടി കൊണ്ട് എടുക്കപ്പെടുന്ന ഇബാദത്താണ്. കുറേ കാണാതെ പഠിച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഓരോ ക്ലാസ്സിലും ഓരോന്ന് ദുആയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം കാണാതെ പഠിച്ച് അവസാനം ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ. പിന്നെ ഒരു ദുആൻ്റെ കടലാസ് ബുക്ക് എടുക്കും. ആ ബുക്ക് എടുത്തിട്ട് അവിടെ ഈ റഷിൽ 30-40 ലക്ഷം കൂടുന്ന ആ റഷിൽ നിങ്ങൾ ഈ ദുആൻ്റെ കടലാസും എടുത്ത് കണ്ണടം വെച്ച് ഇത് വായിച്ചു നോക്കുമ്പോൾ അവിടെ തവാഫ് മറ്റുള്ളവർ തവാഫെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കും. അതിനൊന്നും നിങ്ങൾ കാണാതെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട. പരീക്ഷയിൽ SLC പരീക്ഷയിൽ പറയുന്നു അതാണ്, നിങ്ങൾ കാണാതെ പഠിക്കരുത്. കുട്ടികളോട് കാണാതെ പഠിച്ചാൽ അത് മറന്നുപോയാൽ പിന്നെ എല്ലാം ടെൻഷനായി, അത് ഓർമ്മിക്കാനും സമയമായി. അപ്പം നിങ്ങളിപ്പോൾ തയ്യാറാകേണ്ടത് ഈ ഹജ്ജിന് വേണ്ടി മാനസികമായും ശാരീരികമായും നിങ്ങൾ തയ്യാറായിരിക്കണം. കുറേ കാര്യങ്ങൾ കുറക്കണം, കുറേ കാര്യങ്ങൾ അധികരിപ്പിക്കണം. സംസാരം ഹജ്ജിൻ്റെ വേളയിൽ നിങ്ങൾ അല്പം വെള്ളം കുടിക്കണം. ദുൽഹജ്ജ് 8 മുതൽ 13 വരെ 5 ദിവസം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമല്. അന്ന് നിങ്ങൾ ഭക്ഷണം കുറച്ച് കഴിക്കണം, വെള്ളം കുറച്ച് കഴിക്കണം, ഉറങ്ങുന്നത് കുറക്കണം, സംസാരം കുറക്കണം, ഇബാദത്ത് അധികരിപ്പിക്കണം, സലാത്ത്, ദിക്ർ, തസ്ബീഹ് കഴിയുന്നതൊക്കെ അധികരിപ്പിക്കണം. ഇപ്പോൾ തഖ്വയോടെ ജീവിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. തഖ്വ സൂക്ഷ്മതയോടെ ജീവിക്കണം. മുമ്പെടുക്കുന്ന അമലിൽ നിന്ന് കൂടുതൽ അമലെടുക്കണം. തഹജ്ജുദ് നിസ്കരിക്കാത്തവരാണെങ്കിൽ അത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങണം. രാവിലെ ദുആ നിസ്കരിക്കാത്തവരാണെങ്കിൽ അത് നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങണം. ഇബാദത്ത് അധികരിപ്പിക്കണം, സംസാരം കുറക്കണം. പിന്നെ കുറേ ഞങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞ നടത്തം പരിശീലിക്കുക, കൃത്യനിഷ്ഠ പാലിക്കുക, അനുസരണ പാലിക്കുക, അതെല്ലാം അനുസരിക്കണം. കൃത്യനിഷ്ഠ സമയം 10 മണിക്ക് ക്ലാസ് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ 10 മണിക്ക് എത്തണമെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവിടെ തുടങ്ങുമ്പോൾ 10:30-11 മണിയാവും അല്ലേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അങ്ങനെ എല്ലാവരും വിചാരിച്ചിട്ടാകുമ്പോൾ ഇവിടെ സമയം 11 മണിയായി. അതല്ല, എനിക്ക് 10 മണിക്ക് തുടങ്ങുന്നു പറഞ്ഞാൽ എനിക്ക് 9 മണിക്ക് എത്തണം. അത് ശീലിക്കണം. മരുന്ന് കൃത്യമായി കഴിക്കണം, ആരോഗ്യം നിലനിർത്തണം. ഇതിന് വേണ്ടത് ആരോഗ്യമാണ്. 5 ദിവസം നല്ല പണിയുണ്ട്, ആരും ബേജാറാകണ്ട. നല്ല അനുസരിച്ചുകൊണ്ട് അവിടെ പാലിക്കേണ്ട കുറേ കർമ്മങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് തവാഫിലോ സയ്യിലോ എന്തെങ്കിലും നിങ്ങൾ കളഞ്ഞ് മൊബൈലോ വാച്ചോ വീണ് കിട്ടിയാൽ അത് പെറുക്കിയെടുത്ത് ഉടമസ്ഥനെ ഏൽപ്പിക്കാൻ വേണ്ടി പോകണ്ട. അങ്ങനെ ബാഗ് പെറുക്കിയെടുത്ത് പിന്നാലെ ഓടുമ്പോൾ പോലീസ് വന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്യും. പിന്നെ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷമാണ് വിടുന്നത്. അതുപോലെയുള്ള ഉപകാരമൊന്നും ചെയ്യാൻ വേണ്ടി ആരും മുടിയരുത്. നിങ്ങളെ വാച്ച് വീണാൽ മാത്രം പെറുക്കുക, അത് മറ്റുള്ളവരെ വാച്ചോ മറ്റെന്തെങ്കിലും വീണാൽ അത് പെറുക്കാൻ വേണ്ടി സഹായിക്കുക. പിന്നെ ഉസ്താദ് പറയും, ഹജ്ജിൻ്റെ ഖുർആനിൽ തന്നെ ആദ്യം നമ്മൾക്ക് വാർണിംഗ് നൽകിയെന്താണ്? വലാ റഫസ വലാ ഫുസൂഖ. ഞാൻ കൂടുതലൊന്നുമില്ല, ഉസ്താദ് അവരെ കുറിച്ച് പറയും. വലാ റഫസ വലാ ജിബാൽ, അങ്ങനെ കുറേ 2-3 ആയത്ത്, അതാണ് വാർണിംഗ് നൽകിയത്. നിങ്ങൾ തമ്മിൽ തർക്കം, അനാവശ്യ സംസാരം പാടില്ല, തമ്മിൽ തർക്കം പാടില്ല. പിന്നെ വീണ്ടും വിചാരം, ചീത്ത വിചാരം മനസ്സിൽ കരുതാൻ പാടില്ല എന്ന് ആദ്യമായി നിങ്ങൾക്ക് വാർണിംഗ് നൽകിയതാണ്. അവിടെ എത്തുമ്പോൾ
കുറേ പല ദേശക്കാരും പല ദേശക്കാരും പല ആശയക്കാരും ഉണ്ടാവും. അവരോട് നിങ്ങൾ തർക്കിക്കാമെന്ന് പോകണ്ട. തറാവി 8 റക്അത്ത് എന്ന് പറയുമ്പോൾ 8 8 നീ 8 നിസ്കരിച്ചോ. ഇനി 20 ആണെങ്കിൽ 20. അതിനെക്കുറിച്ച് റൂമിൽ വെച്ച് തർക്കിക്കാനോ മറ്റുള്ള ഒരു കാര്യത്തിന് നമ്മൾ പോകരുത്. ലക്കും ദീനിക്കും വലിയ ദീനാണ്. അവരൊരു ആശയം അവർക്ക് വലുത്. അത് തർക്കിക്കാൻ വേണ്ടി പോകണ്ട. കൃത്യമായി പിന്നെ ഞാൻ പറഞ്ഞ് 2 ബാഗ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് 2 ബാഗ് 20 കിലോൻ്റെ 11 മണിക്ക് തുടങ്ങി 2 സൂട്ട് കേസ് കൊണ്ടുവന്ന് പറഞ്ഞ് 20 കിലോൻ്റെ 2 സൂട്ട് കേസ്. അത് മറ്റേ ക്ലാസ്സിൽ പറയും, ഇപ്പോൾ വാങ്ങിയിട്ടുണ്ടാവും. 20 കിലോയുടെ 2 സൂട്ട് കേസാണ് എടുക്കേണ്ടത്. 20ഉം 20ഉം 40. പിന്നെ 7 കിലോൻ്റെ ഹാൻഡ് ബാഗ്. അങ്ങനെ ഒരാഴ്ചക്ക് 47 കിലോ കൊണ്ടുപോകാം. 47 കിലോ തന്നെ കൊണ്ടുപോകണം നിർബന്ധമില്ല. ഒരു സൂട്ട് കേസ് കൊണ്ടുപോയാലും മതി. ഇനി ഒരു ഹാൻഡ് ബാഗ് മാത്രം കൊണ്ട് എത്ര ലഗേജ് കുറച്ച് അത്ര നല്ലതാണ്. പിന്നെ കുറേ അനാവശ്യ സാധനങ്ങളെല്ലാം കെട്ടിക്കൊണ്ട് പോകണമെന്നില്ല. പിന്നെ ആ ബാഗിൻ്റെ അളവെല്ലാം പറയുന്നുണ്ട്. ആ 20 ഗേജിൻ്റെ ബാഗില്ലേ, ഒരു രൂപത്തിന് വേണ്ടി 75 സെൻറ്റിമീറ്റർ നീളം, 75 സെൻറ്റിമീറ്റർ നീളം, 55 സെൻറ്റിമീറ്റർ വീതി, 28 സെൻറ്റിമീറ്റർ ഉയരം. ഇങ്ങനെയുള്ളതാണ് സൂട്ട് കേസ്. ഇതിൻ്റെ അളവ് പറയാൻ കാരണം കുറേ ഇനിയിപ്പോൾ ഒരു സെൻറ്റിമീറ്റർ 2 മീറ്റർ കുറഞ്ഞാലോ കൂടിയാലോ പ്രശ്നമൊന്നുമില്ല. കുറച്ച് വലുതായാലേ. കുറേ വലുത് വേണ്ട. അന്ന് ഉപ്പാപ്പ കപ്പലിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിലെടുത്ത് ഉറച്ചിട്ട് കൊണ്ടുപോയാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്ര ചെറുതാ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ 20 കിലോ പിടിക്കുന്ന ചെറിയ ബാഗ് കൊണ്ടുപോകാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഈ 7 കിലോൻ്റെ ഹാൻഡ് ബാഗ് ഉണ്ടല്ലേ, അത് കുറേ ചെറുത് കൊണ്ടുപോകണ്ട. അതുണ്ടെങ്കിൽ നമ്മൾക്ക് അസീസിയയിൽ നിന്ന് മീനയിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് അത്യാവശ്യമുള്ള വെള്ളം മറ്റുള്ള ഇതെല്ലാം കുറച്ച് സാധനമെല്ലാം അതിലിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഒരു ബാഗ് എടുക്കണം. ഏതായാലും നല്ല നിലവാരമുള്ള 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടാകുമ്പോൾ സിപ്പ് പോകുന്ന അങ്ങനെയുള്ള ബാഗ് എടുക്കണ്ട. നല്ല സൂട്ട് കേസും നല്ല ബാഗും എടുക്കുക. മറ്റുള്ള അത്യാവശ്യം മരുന്നുകളും മറ്റൊക്കെ നിങ്ങൾ എടുക്കണം. മറ്റൊന്ന്, കുത്തിവെപ്പിന് വരുമ്പോൾ നിങ്ങൾ മരുന്നിൻ്റെ ചീട്ടെല്ലാം കൊണ്ടുവരണം. നിങ്ങൾ കൃത്യമായി കഴിക്കുന്ന ഹാർട്ട് ഓപ്പറേഷൻ, അതുപോലെ ഡയാലിസിസ്, മറ്റുള്ള ഇത് കഴിക്കുന്ന ആ മരുന്നിൻ്റെ ചീട്ട് നിങ്ങൾ അത്യാവശ്യമായി കൊണ്ട് അവിടെ ഡോക്ടറുണ്ട്. ഡോക്ടർ പരിശോധിക്കും, ECG പരിശോധിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നവർ ആജിക്ക് ഡോക്ടർ ഒപ്പിട്ട് കൊടുത്തില്ല. എല്ലാവരും കുത്തിവെപ്പ് നടത്തി വീട്ടിലേക്ക് പോയതിനു ശേഷം ഇദ്ദേഹത്തെ വീണ്ടും വിളിപ്പിച്ചു ഡോക്ടർ ഫോനാക്കി, നിങ്ങൾക്ക് ഈ പ്രാവശ്യം പോകാൻ പറ്റുകയില്ല. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരാൻ പറ്റുകയില്ല. ഡോക്ടർ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ പോകാനും പറ്റുകയില്ല. ഈ ഹാർട്ട് കാർഡ് ഇതിൽ ഡോക്ടർ പിന്നെ മെഡിക്കൽ ഓഫീസർ ഒപ്പിട്ട് തരണം. അപ്പോൾ അതുകൊണ്ട് ആ ചീട്ടെല്ലാം കാണിക്കണം. ഡയാലിസിസ് ചെയ്യുന്ന കാര്യവും മറ്റും അയാളെ ആജിനെയും ഞാനും കൂട്ടിക്കൊണ്ടുപോയി ഡോക്ടർ സംസാരിച്ച്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആ ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ മറ്റു കൊണ്ടുവന്ന ഇതുണ്ടല്ലേ, അതിൻ്റെ കോപ്പി നിങ്ങൾ എടുക്കണം. അതിൽ ഡോക്ടർ ഒപ്പിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണം. അപ്പോൾ അതെല്ലാം ഒരു ഫയലിൽ വെച്ചിട്ട് എല്ലാം എടുക്കണം. അങ്ങനെ ആ ഡോക്ടറെ ഏൽപ്പിച്ച് അയാൾ പോയിട്ട് വന്ന് ഇപ്പോഴും നല്ല ഉഷാറിലുണ്ട്. അപ്പോൾ ആരും ഞാൻ രോഗിയാണ്, ഹാർട്ട് പേഷ്യൻ്റാണ്, രോഗിയാണെന്ന് പേടിക്കേണ്ടതൊന്നുമില്ല. എല്ലാവരും നല്ല ധൈര്യത്തോടെ, ഒരു പേടിയും വേണ്ട. ഞങ്ങളെ പെണ്ണുങ്ങളെ കൂട്ടൊന്നും തെറ്റിപ്പോവോ അല്ല മറ്റൊന്നും സംഭവിക്കുമോ അവിടെ മരിക്കുമോ മറ്റുള്ള ഒരു പേടിയും വേണ്ട. നല്ല ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഹജ്ജിന് പോകാൻ വേണ്ടി മാനസികമായും ശാരീരികമായും റെഡി ആയിരിക്കണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ഒരു പണിയുമില്ലാതെ, വലിയൊരു പണിയില്ലാതെ നമുക്ക് കിട്ടുന്ന 3 അമലുകളാണ്. ഒന്ന്, ഉമ്മ വാപ്പാൻ്റെ മുഖം നോക്കുക, അതുപോലെ കഅബ ഷരീഫ് നോക്കിക്കൊണ്ടിരിക്കുക, അതുപോലെ ഖുർആൻ ഷരീഫ് നോക്കുക. ഒരു പണിയും വേണ്ട. അപ്പോൾ എന്ത് അമല് കഴിയുന്നില്ലെങ്കിലും അവിടെ ദൂരെ ഇരുന്നു കൊണ്ട് ആ കഅബ ഷരീഫ് ഇനി അജറുൽ അസ്വദ് തൊടാൻ വേണ്ടി അവിടെ തിരക്ക് പിടിച്ച് പോയിട്ട് അവിടെ ഒന്നും പെടേണ്ട ആവശ്യമില്ല. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് അതല്ല പറയും, ഉസ്താദ് അവർ പറയും. അപ്പോൾ നിങ്ങൾ
ഭാഗ്യവന്മാരാണ് ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്നവർ. മുമ്പ് ഉംറ ചെയ്തവരുണ്ട്, ഹജ്ജിന് പോയവരുണ്ട്. പിന്നൊരു കാര്യം, ഞങ്ങൾ ഗൾഫിലുണ്ടായിരുന്നവരാണ്, മുമ്പ് ഹജ്ജ് ചെയ്തവരാണ്. ഇവരെ ക്ലാസ് ആവശ്യമില്ല. ഞങ്ങൾ എത്ര വർഷം അവിടെ സൗദി അറേബ്യയിലുണ്ടായിരുന്നു, ഞങ്ങൾ എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പറ്റുകയില്ല. ഹജ്ജ് കമ്മിറ്റിയുടെ ആ നിയമം നിങ്ങൾ പാലിക്കണം. ചിലപ്പോൾ ഇപ്രാവശ്യം എല്ലാവർക്കും ഡേറ്റ് വന്നാ ഡേറ്റ് മെയ് 11 തീയതിയാണ് ആദ്യ ഫ്ലൈറ്റ്. 29-30 വരെ ഡേറ്റ് ഉണ്ട്. ചിലർക്ക് 29 വന്നിട്ടുണ്ട്. ആ വന്ന ഡേറ്റിൽ 15 തീയതി ഫ്ലൈറ്റ് ആണെങ്കിൽ 13 തീയതി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളക്കാർ 13 തീയതി റിപ്പോർട്ട് ചെയ്യേണ്ട, 24 മണിക്കൂർ മുമ്പ്, ഒരു ദിവസം മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്താൽ മതി. അത് അങ്ങോട്ടുള്ളൊരു BR UP മറ്റ് അവർ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. അത് 27 ക്ലാസ്സിൽ പ്രത്യേകിച്ച് പറയും. ഇനി ഡേറ്റ് വരാത്തവരുണ്ട്, ഇതിലുണ്ടോ? ഡേറ്റ് വരാത്തവരുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ഇപ്പോൾ ആകെ വന്നത് ഇപ്രാവശ്യം കേരളത്തിൽ നിന്ന് 16,000-17,000 ഹാജിമാരുണ്ട്. അതിൽ 8,000 ചില്ലറ ആൾക്കാർക്കാണ് ഇപ്പോൾ ഡേറ്റ് വന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഡേറ്റ് വരും. അതുപോലെ ഹജ്ജിൻ്റെ വിസ നിങ്ങൾക്ക് കോപ്പി കിട്ടുന്നുണ്ട്. എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ നീക്കണം. പിന്നെ നിങ്ങൾ ഭാഗ്യവന്മാരാണ്. നിങ്ങൾക്ക് 60, 65, 70 വയസ്സായി, അല്ല 50 വയസ്സായി. ഞാൻ എത്ര ഭാഗ്യവന്മാരാണെന്ന് നിങ്ങളും ചിന്തിക്കണം. എനിക്ക് ഭാര്യയും എനിക്കും ഹജ്ജിന് പോകാൻ വേണ്ടി സാധിച്ചു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ വർഷം ഇവിടെ ക്ലാസ് നടക്കുന്ന സമയത്ത് ഈ ചുറ്റുഭാഗത്തുള്ള ഒരാണുങ്ങൾ പെണ്ണുങ്ങളും ഭാര്യയും ഭർത്താവും, ഭാര്യ മരണപ്പെട്ടു. ഭാര്യ കഴിഞ്ഞ വർഷം ഇവിടെ ക്ലാസ് നടക്കുകയാണ്. അന്ന് ഭാര്യ മരണപ്പെട്ടു. ഭർത്താവ് ഹജ്ജിന് പോയി വന്നു. ഭർത്താവ് പോയി. അങ്ങനെ നമുക്ക് ഒന്നിച്ച് ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യണം, ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ഭാഗ്യവന്മാരാണ് എന്ന് നാം മനസ്സിൽ കരുതണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 35 വയസ്സാകുമ്പോൾ ഒരു ദിവസം സഹാബാക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, 35 വയസ്സ് കഴിഞ്ഞൊന്ന് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് 35 വയസ്സാകുമ്പോൾ 2 ഭാഗ്യം സിദ്ധിച്ചു. എനിക്ക് 35 വയസ്സാകുമ്പോൾ 2 ഭാഗ്യം ലഭിച്ചു. സഹാബാക്കൾ ചോദിച്ചു, ഏതാണ് ആ 2 ഭാഗ്യം? എനിക്ക് ഒന്നാമത്തത്, എനിക്ക് 35 വയസ്സാകുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹക്ക് 50 വയസ്സാകുമ്പോൾ ഞങ്ങൾക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ലഭിച്ചു. ഫാത്തിമ കരടിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചത് തങ്ങൾക്ക് 35 വയസ്സുള്ളപ്പോഴാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉസ്താദ് തിരുത്തും. ഞാൻ പണ്ഡിതന്മാർ പറയുന്നത് കേട്ടതാണ്. അങ്ങനെ രണ്ടാമത്തെ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅബ ഷരീഫ് ഓരോ നബിമാരുടെ കാലത്ത് പുനരുദ്ധാരണം ചെയ്യും, അത് പൊളിച്ച് പുതുതായി കെട്ടും. പുനരുദ്ധാരണം ചെയ്യും, പുനർനിർമ്മാണം ചെയ്യുമ്പോൾ അജറുൽ അസ്വദ് എടുത്ത് താഴെ വെച്ചിരുന്നു. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് അജറുൽ അസ്വദ് എടുത്ത് അവിടെ മേലെ വെക്കണം, ആ ഗുഹയിൽ. അതാരാണ് വെക്കുന്നതാണ് തർക്കമായി. കുറേ ഗോത്രക്കാരുണ്ട്. ആ ഗോത്രക്കാർ തർക്കമായി, അവർ ചെയ്യണം ഇവർ ചെയ്യണം. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇന്ന് രാവിലെ കഅബ ഷരീഫിൻ്റെ വാതിലൂടെ ആദ്യമായി ആരാണോ കടന്നു വരുന്നത് അവർ വെക്കണം. അങ്ങനെ അന്ന് ആദ്യമായി കടന്നു വരുന്നവരാണ് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് കടന്നു വരുന്നത്. എല്ലാവരും പറഞ്ഞു, ശത്രുക്കളും എല്ലാവരും പറഞ്ഞു, നിങ്ങളത് എടുത്തു വെക്കണം. നീതിമാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് വെക്കുന്നില്ല, നിങ്ങൾ വലിയൊരു ഷാള്, വലിയൊരു തട്ടം കൊണ്ടുവരൂ. ആ തട്ടം കൊണ്ടുവന്നിവിടെ വിരിക്കും. അതിൻ്റെ നടുവിൽ വെച്ച് അതിൻ്റെ 4 മൂലയിൽ, ഒരു മൂലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റുള്ള 3 മൂലയിൽ മറ്റുള്ള ഗോത്ര തലവന്മാർ എല്ലാവരും പിടിച്ചു അതിനെ എടുത്തു ആ തൽസ്ഥാനത്ത് വെച്ചു. അതാണ് രണ്ടാമത്തെ ഭാഗ്യം. ഇപ്പം നിങ്ങൾക്ക് പറയാം, ഞാൻ 65-ാമത്തെ വയസ്സിൽ ഞാൻ ഹജ്ജിന് പോയി, ഭാര്യയും ഞാനും ഹജ്ജിന് പോയി, അല്ല ഉമ്മയും ഞാനും ഹജ്ജിന് പോയി എന്ന് നിങ്ങൾക്ക് അഭിമാനത്തോട് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഒരു ഞാൻ ഹെഡ് മാസ്റ്ററായിരുന്നു. റിട്ടയർ ആയതിനു ശേഷം 12 വർഷത്തോളമായി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഹാജിമാർക്ക് വേണ്ടി സേവനം ചെയ്യുന്നുണ്ട്. അത് കബൂൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 27-ാം തീയതി ക്ലാസ്സിൽ പ്രതിപാദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാഫി സക്കാഫി അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.